കേരളത്തിൽ ഒരു വശത്ത് കോൺഗ്രസ് ഉണ്ട്, മറുവശത്ത് BJP ഉണ്ട്. ഇത് രണ്ടും മിക്കവാറും ഘട്ടങ്ങളിൽ ഒരേപോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. BJP പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF-ന് വലിയ വിജയം നേടാൻ കഴിഞ്ഞത് മതന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷവാദികളും ഏറ്റവും വലിയ കക്ഷിയായി കോൺഗ്രസ് മാറണം, BJP മാറ്റാൻ അത് ആവശ്യമാണ് എന്ന പ്രചാരവേലയ്ക്കകത്ത് അകപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ കോൺഗ്രസിന് അങ്ങനെ കഴിയുമെന്ന് ആരും കരുതുന്നില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസ് ആണ് പോകുന്നതെങ്കിൽ എപ്പോ വേണമെങ്കിലും BJP ആകാം. കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന പഴയ പ്രതാപത്തിനകത്ത് 415 MP-മാർ ഒരു കാലത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പാർട്ടിയാകുമെന്ന് കരുതി ഇവിടെയുള്ള ആളുകൾ ഉൾപ്പെടെ വോട്ട് ചെയ്ത കോൺഗ്രസിന് 52 സീറ്റാണ് കിട്ടിയത്. ഇപ്പോ നോക്കുമ്പോ അത് 42 ഉള്ളൂ. 10 ഏതോ ഒഴുകി പോയി. 42 ഇപ്പോ ഉള്ളൂ. ഇന്ത്യയിൽ ആകെ ഇപ്പൊ ചിലപ്പോ ഇടതുപക്ഷത്തോട് ചോദിക്കും, നിങ്ങൾ എവിടെയൊക്കെ ഭരിക്കുന്നുണ്ട്? നമ്മൾ കേരളം മാത്രമേ ഉള്ളൂ. നേരത്തെ 3 സംസ്ഥാനം വരെ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട്, ഇപ്പൊ 1 ഉള്ളൂ. അത് ശരിയാണ്. ഇന്ത്യ ആകെ എല്ലാ സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ഭരണത്തിലിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? കോൺഗ്രസിന്റെ എത്ര സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ട്? ആകെ 2.25 സംസ്ഥാനത്താണ്. 1.25 ഹിമാചൽ, 4 MP-മാരുള്ളൂ. അവിടെ ഇപ്പോ ഭൂരിപക്ഷം ഇല്ലാതായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികമായില്ല, അപ്പോഴേക്കും 6 പേര് BJP-യിലേക്ക് പോയി. ഇപ്പൊ ഭൂരിപക്ഷം ഇല്ലാതായി. അവശേഷിക്കുന്നത് 2 സംസ്ഥാനമാണ്. കോൺഗ്രസ് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനത്ത് മാത്രമാണ് ഭരിക്കുന്നത്. അതിലൊന്ന് കർണാടക. കർണാടകയിൽ കഴിഞ്ഞ തവണ 28 സീറ്റിൽ 26 എണ്ണവും BJP-ക്കാണ്. ഒരെണ്ണേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ. അവർ ഭരിക്കുന്നത്. തെലങ്കാന 17 സീറ്റിൽ 3 സീറ്റാണ് കിട്ടിയത്. യഥാർത്ഥത്തിൽ കർണാടകയിൽ BJP-യുടെ സീറ്റ് കുറച്ച് കോൺഗ്രസിന്റെ സീറ്റ് കൂട്ടണമെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ പോയി നിൽക്കണ്ടേ? ഇവിടെ നിൽക്കണമെന്നില്ല. ഇവിടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ BJP വിരുദ്ധ സർക്കാരിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഏത് സാഹചര്യത്തിലും ഇടതുപക്ഷം BJP വിരുദ്ധ നിലപാടിലാണ്. ഒരു പ്രലോഭനത്തിനും വഴങ്ങില്ല, ഒരു പ്രകോപനത്തിനും വഴങ്ങില്ല, ഒരു ഭീഷണിക്കും വഴങ്ങില്ല. ഉറച്ച നിലപാട് ഇടതുപക്ഷത്തിനുണ്ട്. അപ്പൊ കർണാടകയിലും തെലങ്കാനയിലും മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി ഇന്ന് കോൺഗ്രസ് ചുരുങ്ങി. അവിടെ തന്നെ ലോക്സഭയിൽ ഈ 2 സംസ്ഥാനത്തും കൂടി 28ഉം 17ഉം സീറ്റുകൾക്കകത്ത് 45 സീറ്റിൽ 4 സീറ്റിലേ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ. അവിടെ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിന് പകരം ഇവിടെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വരുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, മണിപ്പൂർ രാജ്യത്തിന്റെ ഒരു വേദനയാണല്ലോ. മണിപ്പൂരിൽ ഇതേപോലെയുള്ളൊരു വംശഹത്യക്ക് നിശബ്ദമായി നേതൃത്വം നൽകിയ ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുപോകുന്നതാരാണ്? 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ 60 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 28 MLA-മാരുണ്ടായി. 2012 അവർക്ക് 48 പേരുണ്ടായിരുന്നു, ഭരണത്തിലായിരുന്നു. 2017 ആയപ്പോ 28, BJP-ക്ക് 21 MLA-മാർ. 3 എണ്ണത്തിന്റെ കുറവേ ഉള്ളൂ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്. തൃണമൂലുണ്ടൊന്ന്, കോൺഗ്രസിനൊപ്പം നിന്ന് പ്രാദേശിക പാർട്ടികളുണ്ട്. ഹൈക്കമാൻഡിൽ നിന്ന് ഒരാള് പോലും അങ്ങോട്ട് പോയി ഒരു സർക്കാർ രൂപീകരിക്കാൻ ഒരു ശ്രമം നടത്തിയില്ല. 28 MLA-മാരുള്ള കോൺഗ്രസ് നിൽക്കുമ്പോ 21 MLA-മാരുള്ള BJP അവിടെ സർക്കാർ രൂപീകരിച്ചു. ആ സർക്കാരിനെ നയിക്കാൻ മുഖ്യമന്ത്രി ബീരൻ സിംഗ്, മുൻ കോൺഗ്രസ് നേതാവ്, അവിടുത്തെ മന്ത്രിയായിരുന്നയാൾ. BJP സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംഭാവന ചെയ്യുന്നത് കോൺഗ്രസ് ആണ് മണിപ്പൂരിൽ. ആ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? ഏറ്റവും കൗതുകകരമായ കാര്യം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൽ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കോൺഗ്രസിന് 42 MLA-മാർ, 60 അംഗ നിയമസഭയാണ്. ഗവൺമെന്റ് രൂപീകരിച്ചു. പേമ ഖണ്ഡു മുഖ്യമന്ത്രിയായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പേമ ഖണ്ഡുവും 41 MLA-മാരും വേറൊരു പാർട്ടിയിലേക്ക് പോയി. രാജിവെച്ച് വേറെ പാർട്ടി പോയി. വീണ്ടും അദ്ദേഹം തന്നെ പേമ ഖണ്ഡു വീണ്ടും മുഖ്യമന്ത്രിയായി.
2 മാസം കഴിഞ്ഞപ്പോഴേക്കും ജെ പേമകണ്ഠു രാജിവെക്കുന്നു. BJPക്ക് 11 MLA. BJP ചേർന്നിട്ട് പേമകണ്ഠുവും 41 MLA കൂടി BJP മന്ത്രിസഭയ്ക്ക് നേതൃത്വം വഹിക്കും. ആലോചിച്ചു നോക്കൂ സംസ്ഥാനത്തിന്റെ അവസ്ഥ. 42 MLA ജനങ്ങള് കോൺഗ്രസിനെ വിജയിപ്പിച്ച അരുണാചൽ പ്രദേശിൽ സർക്കാർ രൂപീകരിച്ചിട്ട് ആ മുഖ്യമന്ത്രിയും മന്ത്രിമാരും 41 MLA നേരെ BJP സർക്കാർ ഉണ്ടാക്കിയവിടെ. കോൺഗ്രസ് മുക്ത അരുണാചൽ പ്രദേശ് കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി. പ്രതിപക്ഷം പോലുമായിട്ട് കോൺഗ്രസിനാക്കാതെ മൊത്തം കൊണ്ടുപോയി. ഈ അരുണാചൽ മോഡലാണ് കേരളത്തിൽ ഇപ്പൊ ആലോചിക്കുന്നത്. കോൺഗ്രസിന്റെ മനസ്സ് കേരളത്തിലെ BJP ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് ഒന്നിച്ച് BJP ആകും. ഇപ്പൊ തന്നെ പോണുള്ളൂ. ഇപ്പൊ പത്മജ വേണുഗോപാൽ അവിടെ ചെന്നതിന് ശേഷം പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവര് പറഞ്ഞു കോൺഗ്രസിന്റെയും BJPയുടെയും ആശയങ്ങൾ തമ്മിലൊരു വ്യത്യാസമില്ല. ചെന്നുള്ളൂ. സാധാരണ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ പെൺകുട്ടികൾ വേറെ വീട്ടിൽ പോയാൽ 2-3 ദിവസത്തേക്ക് ആശയക്കുഴപ്പമുണ്ടാവും. അടുക്കള എവിടെയാണ്, ടോയ്ലറ്റ് എവിടെയാണ്, മുറി എവിടെയാണ്, ഗേറ്റ് എവിടെയാണ്, ഇതൊരു സംശയമില്ല. പത്മയിൽ നിന്ന് നോക്കുമ്പോ ആ വീട്ടിലെ ടോയ്ലറ്റ് എവിടെ, ഈ വീട്ടിൽ അവിടെ തന്നെ. ആ വീട്ടിലെ അടുക്കള എവിടെ, ഈ വീട്ടിൽ അങ്ങനെ തന്നെ. ആ വീട്ടിലെ ജനലിന്റെ കളർ എന്തോ അത് തന്നെ ഇവിടെ അടിച്ചേക്കും. കർത്തന്റെ നിറം പോലും മാറ്റില്ല. ആകെ മാറ്റം പുറത്ത് ഇത് കോൺഗ്രസ് ഭവനം, ഇത് BJP ഭവനം. ഒറ്റ മാറ്റമുള്ളൂ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ അടിസ്ഥാനപ്പെടുത്തി, ഇടതുപക്ഷ വിരുദ്ധതയെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്ത രാഷ്ട്രീയം കോൺഗ്രസിനെ BJP മനസ്സുള്ളതാക്കി മാറ്റി. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം വന്നു. ആ നിയമം വന്നപ്പോ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, ഇവിടെ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. മുഖ്യമന്ത്രി അർത്ഥസംഖ്യക്കിടയില്ലാത്തത് പ്രഖ്യാപിച്ചു. നിയമസഭ വിളിച്ചുകൂട്ടി പ്രത്യേകമായി പ്രമേയം അംഗീകരിച്ചു. അവിടെ നിർത്തിയില്ല. സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, റദ്ദാക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവർക്കും തുല്യതയാണ്. എല്ലാ പൗരന്മാർക്കുമല്ല തുല്യത. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കുമാണ് തുല്യത. ആർട്ടിക്കിൾ 14. സിറ്റിസൺ അല്ല തുല്യത, എല്ലാ പേഴ്സൺ. ഇതാണ് ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന വാക്ക്. പൗരന്മാർക്കല്ല തുല്യത, എല്ലാ മനുഷ്യർക്കും. ഇന്ത്യയുടെ അതിർത്തിക്കകത്തുള്ള എല്ലാ മനുഷ്യർക്കും തുല്യത. അപ്പൊ ഇന്ത്യയുടെ അതിർത്തിക്കകത്തുള്ള ഒരാൾ വരുമ്പോ നിങ്ങൾ മുസ്ലിം എന്ന പൊക്കോ, ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഭരണഘടനാ വിരുദ്ധമായി. ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു മനോഹരമായ ആർട്ടിക്കിൾ 21, ജീവിക്കാനുള്ള അവകാശം. അത് പൗരന്മാർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും. ഇന്ത്യയുടെ അതിർത്തിക്കകത്തുള്ള എല്ലാ മനുഷ്യർക്കും. മതം പൗരത്വത്തിന് അടിസ്ഥാനമാകാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ചർച്ച ചെയ്യുമ്പോ ഭരണഘടനയുടെ 6-7 ആർട്ടിക്കിളുകൾ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി വരുന്നവരുടെ ഇന്ത്യൻ പൗരത്വം, 48 ജൂലൈ 19 മുൻപ് വന്നവരും 48 ജൂലൈ 19 ശേഷം ഭരണഘടന അംഗീകരിക്കുന്നതുവരെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാമോ? ആ ചോദ്യത്തിന് ഉത്തരം ഭരണഘടനാ അസംബ്ലി ചർച്ച ചെയ്യുമ്പോ ചിലര് പറഞ്ഞു വരുന്നവർക്ക് നൽകാം, മുസ്ലിമിന് നൽകാൻ പാടില്ല. അവർക്ക് പുതിയ രാജ്യം വന്നു, അവരവിടെ താമസിക്കട്ടെ, ഇവിടെ അവർക്ക് പൗരത്വം പാടില്ല. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചു, ഹിന്ദുവിനൊരു നിയമം, ക്രിസ്ത്യാനിക്കൊരു നിയമം, മുസ്ലിമിനൊരു നിയമം, അത് ഈ രാജ്യത്ത് നടപ്പിലാകില്ല. അത് മതരാഷ്ട്രം, ഇത് മതനിരപേക്ഷ രാഷ്ട്രം. അതുകൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വമേ പാടില്ല. ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചു. ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെ ഭരണഘടന പൗരത്വത്തെ സംബന്ധിച്ചുള്ളതാണ്. അതുകൊണ്ട് മതം അടിസ്ഥാനപ്പെടുത്തി പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി 6 വിഭാഗങ്ങൾക്ക് മാത്രം പൗരത്വം നൽകുമ്പോ കേരളം പറഞ്ഞു, ഇടതുപക്ഷം പറഞ്ഞു, ഇത് ഭരണഘടനാ വിരുദ്ധം, നടപ്പിലാക്കാൻ പാടില്ല. ഇപ്പൊ ചട്ടം വന്നു. ചട്ടം വന്നപ്പോഴും ഗവൺമെന്റ് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം പറഞ്ഞു, നടപ്പിലാക്കാൻ അനുവദിക്കില്ല. എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? അത് രാജ്യത്തെ നിയമം പാർലമെന്റ് പാസ്സാക്കിയാൽ പിന്നെ എങ്ങനെ കേരളത്തിൽ മാത്രം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയും? പ്രതിപക്ഷ നേതാവ് പറയുന്നത്, BJP പറയുന്നത് ആവർത്തിച്ചു പ്രതിപക്ഷ നേതാവ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ മതനിരപേക്ഷതയോടും മതന്യൂനപക്ഷത്തോടും ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യം കോൺഗ്രസിനുണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് പറയേണ്ടിയിരുന്നത്
കേരളത്തിനകത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിനോടൊപ്പം ഞങ്ങളുമുണ്ട്. നമുക്കൊന്നിച്ചുമെന്ന് ഇവിടെ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കാം എന്ന് പറയണ്ടേ? ഈ പ്രദേശത്തുള്ള കോൺഗ്രസുകാർ, മുസ്ലിം ലീഗിനകത്തുള്ള ആളുകൾ, മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർ ആലോചിക്കണം. അതല്ലേ നിങ്ങളും നമ്മളും എല്ലാവരും ആഗ്രഹിച്ചത്? നമുക്കൊന്നിച്ചു വയ്ക്കണം. കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചല്ല, കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രാഹുൽ ഗാന്ധി ഇപ്പോ ഇന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പറയും ഇത് കേരള പ്രശ്നം. അപ്പൊ പറയേണ്ട രാഹുൽ ഗാന്ധി അല്ലെ? കേരളത്തിൽ വന്നിട്ട് വയനാട്ട് കുറച്ച് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ മാത്രം ഒരു നിലപാടുണ്ടോ കോൺഗ്രസിന്? മല്ലികാർജുനൻ ഖാർഗെ പ്രസിഡന്റ്, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു എന്താ അഭിപ്രായം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് ഉറങ്ങിയിട്ട് നാളെ പറയാന്ന് പറഞ്ഞു. ഇതുവരെ ഉറക്കണിട്ടിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതാ കോൺഗ്രസ്. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മതനിരപേക്ഷതയെ തകർക്കുന്ന രൂപത്തിലേക്ക് വരുമ്പോ BJP മനസ്സുള്ള പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവര് പാർലമെന്റിലേക്ക് പോയി എന്ത് ചെയ്യും? ലവ് ജിഹാദ് എന്ന് പറഞ്ഞത് വന്നു കഴിഞ്ഞപ്പോ പാർലമെന്റിൽ ചോദിച്ച ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടി എപ്പോഴും വോട്ടിന് വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ ദുർഗിപ്പിക്കുന്നില്ല. അപ്പൊ അതീവ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം എന്ന് വിജയിച്ചാൽ ഇന്ത്യയിൽ BJPക്ക് എതിരെയുള്ള ഏത് സർക്കാർ സംവിധാനത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. ഒരു ആശയ്ക്കും വേണ്ട. വോട്ടിൽ മാഷ് ജയിച്ചു കഴിഞ്ഞാൽ ബാക്കി മാഷ് നോക്കിക്കോളും. നമുക്ക് ആർക്കും സ്വസ്ഥമായി കിടന്നുറങ്ങാം. മറ്റതെങ്ങാനും ജയിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ പലരും കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് ഞെട്ടി എനിക്ക് മാറിയിട്ടുണ്ടാവും അപ്പുറത്തേക്ക്. അങ്ങനെ ഓരോ ദിവസവും കണ്ടില്ലേ? ആസാം മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് MLA-മാരും MP-മാരും BJPക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, ഒന്നിച്ചു വരിക്കില്ല. കാശ് ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി. അപ്പൊ അരുണാചലിൽ കണ്ടില്ലേ, ഒരു ബാങ്കിൽ കിടന്നത് നേരെ നമ്മുടെ ബാങ്കിലേക്ക് കൊണ്ടുപോയില്ല, ഇടയ്ക്ക് വേറൊരു ബാങ്കിലിട്ടു. ആവശ്യത്തിന് വരിക്കുമോ? ഇന്ന് 2 വേണമെങ്കിൽ 2 വിളിക്കും. 4 MLA-മാർ വേണമെങ്കിൽ 4 MLA-മാർ വിളിക്കും. 5 MP-മാർ വേണമെങ്കിൽ 5 MP-മാർ വിളിക്കും. ഇതാ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇപ്പുറത്തുള്ളത് BJP വിരുദ്ധ സർക്കാരിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പുറത്തേക്ക് കോൺഗ്രസ് ജയിച്ചാൽ BJPയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. എപ്പോ വേണമെങ്കിലും വരിക്കാം. ഇപ്പോ AK ആന്റണിയോട് ചോദിച്ചു, അല്ല പത്തനംതിട്ടയിൽ പോണില്ലേ? ആരോഗ്യ അനുമതിക്ക് വേണ്ടി പോകും. ഇതാ പറയേണ്ട മറുപടി. AK ആന്റണിയുടെ മകൻ കോൺഗ്രസിന്റെ IT വിഭാഗത്തെ രാജ്യത്ത് നയിക്കാൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയയാൾ, ജീവിതത്തിൽ കോൺഗ്രസിലൂടെ മാത്രം ജീവിതമായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാളുടെ മകൻ പോയപ്പോ പത്രക്കാർ ചോദിച്ചപ്പോ അദ്ദേഹം ഒന്ന് വിതുമ്പി. അതോടുകൂടി വൈകാരികത രാഷ്ട്രീയം പോയി. പിന്നെ നമുക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചിട്ട് പോയതാണെന്ന്. ഇനി പ്രാർത്ഥിക്കാൻ പറ്റുമെന്നുകൂടി ആലോചിച്ചു വരണം. അതാണ് സ്ഥിതി. പ്രാർത്ഥിച്ചിട്ടാ പോയത്, പിന്നെന്താ സ്ഥിതി എന്നൊന്നും ആലോചിച്ചു വരണം. ആന്റണിയെ പോലൊരാൾ ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ നമ്പർ 2 എന്ന് പരിഗണിക്കപ്പെടുന്ന ഒരാൾ പറയണ്ട, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ പത്തനംതിട്ടയിൽ പോയി കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കും. അപ്പുറത്ത് ആരാണ് എന്നുള്ളതല്ല പ്രശ്നം, ഈ രാജ്യമാണ് പ്രശ്നമെന്ന് പറയണ്ടേ? എന്തേ പറയാൻ പറ്റാതിരുന്നത്? അപ്പൊ ഉമ്മൻചാണ്ടിയുടെ മോള് പറയാണ്, പത്തനംതിട്ടയിൽ എന്റെ ബാല്യകാല സുഹൃത്താണ്, അങ്ങോട്ട് പോവില്ല. ഇവരൊക്കെ എവിടെ നിൽക്കുന്നു? അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് BJP മനസ്സുള്ളതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നിച്ചൊഴുകാവുന്ന മട്ടിൽ BJPയിലേക്ക്. അതുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ, ജനാധിപത്യം നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, മതനിരപേക്ഷത പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായി ഇന്ത്യക്കകത്ത് ജീവിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരുടെ മുൻപിലുള്ള ഏറ്റവും ശക്തമായ നിലപാടുള്ള സംവിധാനം ഇടതുപക്ഷം മാത്രമാണ്. ചാലക്കുടി മണ്ഡലത്തിൽ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവർക്കും സമ്മതനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു, പ്രൊഫസർ C. രവീന്ദ്രനാഥ്. രാഷ്ട്രീയ എതിരാളികൾക്ക് വരെ അങ്ങേയറ്റം ആദരവുള്ള വ്യക്തിത്വം. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട്
ലോകത്തിൽ തന്നെ അഭിനന്ദനാർഹമാകുന്ന രൂപത്തിൽ നമ്മുടെ അടച്ചുപൂട്ടപ്പെടാൻ പോയ തകർന്നുകൊണ്ടിരുന്ന പൊതുവിദ്യാഭ്യാസത്തിന് ജീവവായു നൽകുക മാത്രമല്ല, അതിനെ ലോകത്തിന്റെ മാതൃകയായി ഏത് വിദ്യാഭ്യാസ സംവിധാനവുമായി കിടപിടിക്കാവുന്ന ഒന്നാക്കി മാറ്റിത്തീർത്ത ചരിത്രം സൃഷ്ടിച്ച വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അദ്ദേഹം പുതുക്കാടും അതിനു മുൻപ് കൊടകരയിലും MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ നടപ്പിലാക്കപ്പെട്ട വികസന കാഴ്ചപ്പാടുകൾ കാർഷിക മേഖലയിൽ, തൊഴിൽ മേഖലയിൽ എല്ലാം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ മാഷ് നോക്കിക്കഴിഞ്ഞപ്പോ ഗുരുവായൂർ എന്നും അവിടെ ഇതിനു വേണ്ടി കദളിപ്പഴം ഇതവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്നു. പുറത്തുനിന്ന് എന്തിനാ ഗുരുവായൂരപ്പന് കദളിപ്പഴം? പുതുക്കാടുന്ന് കൊടുത്തുകൂടെ? അപ്പൊ കർഷകർക്ക് നല്ല വരുമാനം, കദളിത്തോട്ടം, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ദീർഘവീക്ഷണമുള്ളതാണ്. ഇവിടെ 5 വർഷം പാഴായി പോയിട്ടുണ്ട്. ഇന്നസെന്റ് കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു, അവന്റെ തുടർച്ചയുണ്ടായില്ല. ഇപ്പോ ഒരു നവ ചാലക്കുടി എന്ന കാഴ്ചപ്പാടുമായി രവീന്ദ്രൻ മാഷ് വരികയാണ്. അപ്പൊ രവീന്ദ്രൻ മാഷ് എല്ലാവർക്കും സ്വീകാര്യതയുള്ളതാണ്, ആർക്കും എതിർപ്പില്ലാത്ത മികവാർന്ന ഭരണാധികാരി, ജനകീയനായ MLA ആയിരുന്നയാൾ, തന്റെ ജീവിതം ലാളിത്യത്തിലൂടെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള വ്യക്തിത്വം. അങ്ങനെ ഒരാളെയാണ് ഈ മണ്ഡലം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എതിരാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ധൈര്യമായി എല്ലാ തലത്തിലും വോട്ട് ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അദ്ദേഹത്തിന് ചുറ്റിക അരിവാൾ നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാഷയുടെ പൊതുപര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദിക്കുന്നു.